ഒരു ദിവസം തന്നെ കഴിഞ്ഞു പോണത് എത്ര ഫാസ്റ്റായിട്ടാണ് നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ അങ്ങനെ അധികം കാത്തിരിക്കാതെ തന്നെ അടുത്തൊരു വീക്കെൻഡും കൂടി എത്തി. അപ്പോൾ വീക്കെൻഡ് പ്രമാണിച്ച് ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് ഒമാനിലെ ഏറ്റവും വലിയ ഒരു ഡാമിലേക്കാണ്. ഒമാനിലെ ഔദ്യോഗിക കണക്കുകളനുസരിച്ച് ഏകദേശം 190-ലധികം ഡാമുകൾ ഇവിടെ ഉണ്ട്. അതിൽ തന്നെ ഏറ്റവും വലുതായിട്ടുള്ളതും മസ്കറ്റിൽ നിന്ന് വളരെ അടുത്തായിട്ടുള്ള ഒരു ഡാമിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. അതിൻ്റെ പേര് പറയുന്നത് വാദി ദൈക്ക. അതായത് ഈ ഡാമിൻ്റെ ലൊക്കേഷൻ വരുന്നത് കൊറിയാത്ത അടുത്തായിട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കൊറിയാത്ത ഡാം എന്ന് അടിച്ചാലും ഈ ഒരു ഡാമിലേക്ക് തന്നെയാണ് ഗൂഗിളൊക്കെ നിങ്ങൾക്ക് ഡയറക്ഷൻ കാണിച്ചു തരാം. മസ്കറ്റിൽ നിന്ന് ഏകദേശം 110 കിലോമീറ്റർ ഉണ്ട് ഈ ഒരു ഡാം കാണാനായിട്ട്. അതേപോലെ നമ്മൾ ഈ ഒരു പോയിന്റിലേക്ക് പോകുന്ന വഴികളും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ എല്ലാവർക്കും യാത്രനെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കൊക്കെ ഇതൊക്കെ എൻജോയ് ചെയ്യാം. പിന്നെ നിങ്ങൾ ഈ ഡാമിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഒട്ടും തന്നെ കൺഫ്യൂഷൻ ആവശ്യമില്ല. കാരണം ഗൂഗിൾ നമുക്ക് കറക്റ്റായിട്ട് തന്നെ അതിൻ്റെ ഡയറക്ഷനൊക്കെ കാണിച്ചു തരുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ഡാമിലേക്ക് പോകുന്ന സമയത്ത് മെയിൻ റോഡിൽ നിന്ന് ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് സ്പീഡിലൊക്കെ വളരെയധികം മാറ്റങ്ങളുണ്ട്. 60 കിലോമീറ്റർ അല്ലെങ്കിൽ 40, 50 ഇങ്ങനെയൊക്കെയുള്ള കിലോമീറ്റർ നിയന്ത്രണങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് നോക്കിയും കണ്ട് ഡ്രൈവ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഈ ഡാമിലേക്ക് പോകുന്ന വഴികളൊക്കെ എന്താ പറയുക, ചെറിയതായിട്ട് ഹില്ലേരിയും അതുപോലെ ഡീപ്പായിട്ടുള്ള കുറേ കർവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വളരെ സാവധാനത്തിൽ പോകണം തന്നെയാണ് കുറച്ച് നല്ലതായിട്ട് എനിക്ക് തോന്നുന്നത്. പിന്നെ നമ്മൾ ഈ പോണ വഴി വൺ വേ ഒന്നല്ല, അതുകൊണ്ട് തന്നെ ഓപ്പോസിറ്റൊക്കെ വണ്ടികളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സേഫ്റ്റിക്കും അത് വളരെ നല്ലതാണ്. അപ്പോൾ നമ്മുടെ ഡാമിലേക്കുള്ള ഏകദേശം എൻട്രൻസിൻ്റെ ആ ഒരു പോയിന്റിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു പോയിന്റിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഒരു ഗേറ്റും കാര്യങ്ങളൊക്കെ കാണാം. പക്ഷേ ഇവിടെ ഞങ്ങൾ വന്ന സമയത്ത് അവിടെ പോലീസോ അല്ലെങ്കിൽ ഗാർഡോ അല്ലെങ്കിൽ സെക്യൂരിറ്റി ഗാർഡോ ഒന്നും നമ്മൾ കണ്ടായിരുന്നില്ല. കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു പാകിസ്ഥാനി അവിടെ നിന്നിട്ട് പൈസ ഒക്കെ പിരിക്കുന്നത്. അതായത് ഒമാനികൾക്ക് 300 പൈസയും ഒമാനി അല്ലാത്ത ആളുകൾക്കൊക്കെ പെർ ഹെഡ് 1 റിയാലാണ് ഒരു ചാർജ് ചെയ്യുന്നത്. അത് ക്യാഷ് മാത്രമല്ല കാർഡായിട്ട് വേണമെങ്കിൽ നമുക്ക് പേ ചെയ്യാം. അങ്ങനെ ഞങ്ങളും ഈ പൈസ പിരിക്കുന്ന ഒരു പോയിന്റിൽ വന്നപ്പോൾ പെർ ഹെഡ് 1 റിയാൽ വെച്ച് 2 റിയാൽ പേ ചെയ്തിട്ടാണ് ഇവിടെ ഞങ്ങളുടെ യാത്ര തുടർന്നത്. പിന്നെ നമ്മൾ നേരെ പോകുമ്പോൾ നമുക്ക് റൈറ്റിലേക്ക് ഒരു വഴി കാണാം, സ്ട്രേറ്റ് ഒരു വഴി കാണാം. സ്ട്രേറ്റ് പോണ വഴി എന്ന് പറയുന്നത് ഡാമിൻ്റെ നേരെ താഴത്തേക്ക് ഇറങ്ങുന്ന ഒരു വഴിയാണ്. അതുപോലെ റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഡാമിൻ്റെ നേരെ മുകളിലേക്ക് വരുന്ന വഴി. അപ്പോൾ നമുക്ക് മുകളിലേക്ക് വരുന്ന ആളുകൾക്ക് റൈറ്റ് കൊടുക്കാം. ഇനി ഡാമിൻ്റെ താഴെ നിന്നുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ ആസ്വദിക്കുന്ന ആളുകൾക്ക് നേരെ പോയിട്ട് വേണമെങ്കിലും എടുത്തു കഴിഞ്ഞാൽ താഴെ നിന്നുള്ള ആ വ്യൂവും കാര്യങ്ങളൊക്കെ കവർ ചെയ്യാം. പിന്നെ ഈ ഡാം നിങ്ങൾ കാണാൻ വന്ന സമയത്ത് ജസ്റ്റ് ഡാം മാത്രമല്ല, ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരുപാട് ആക്ടിവിറ്റീസൊക്കെ ഉണ്ട് ഇവിടെ ഒരു ഓഫർ ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലാ ആക്ടിവിറ്റീസും ബേസ്ഡ് ഓൺ പേയ്മെൻ്റ് ആണ്. അതുകൊണ്ട് ഒരു ആക്ടിവിറ്റിയും ഇവിടെ ഫ്രീ ആയിട്ട് കിട്ടില്ല. അപ്പോൾ അത് എന്തായാലും ഓർമ്മയിൽ വെക്കുക. പിന്നെ ഈ ഡാം കാണാൻ വന്ന വിസിറ്റേഴ്സിനായിട്ട് ഇവർ അത്യാവശ്യം പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഇവർ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പാർക്കിങ്ങിനായിട്ട് യാതൊരുവിധ ടെൻഷനൊന്നും വേണ്ട. പിന്നെ ഇതിന് തൊട്ട് തന്നെയായിട്ടാണ് അടിപൊളി ഒരു ഗാർഡൻ അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. നന്നായിട്ട് ഇരിക്കാനും എൻജോയ് ചെയ്യാനും പറ്റിയ അടിപൊളി ഒരു ഗാർഡനാണ്. അപ്പോൾ ഈ ഗാർഡനെ വെച്ചിട്ട് തന്നെയാണ് ഒരുപാട് ആക്ടിവിറ്റീസൊക്കെ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് നേരെ ആ ഡാമിൻ്റെ പരിസരത്തേക്ക് ഒന്ന് പോയി നോക്കാം. ഈ ഡാമിൻ്റെ ഏരിയയിലേക്ക് വരുമ്പോൾ തന്നെ അറിയാം ഈ ഒരു വ്യൂ പോയിന്റും കാര്യങ്ങളിലൊക്കെ അത്യാവശ്യം നല്ല സീറ്റിംഗ് കപ്പാസിറ്റി ഒക്കെ അവർ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ ഈ ഡാമിൽ എപ്പോഴും വെള്ളം ഇതേപോലെ നന്നായിട്ട് ഉണ്ടാവണമെന്നില്ല. ചില സമയങ്ങളിലൊക്കെ വെള്ളം വളരെയായിട്ട് കുറയുന്നുണ്ട്. നമ്മളിവിടെ വന്നത് ഏകദേശം ഒരു 4 മണി സമയത്താണ്. അതുകൊണ്ട് തന്നെ വെയിലിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുന്ന സമയത്തൊന്നും വെയിലിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നിങ്ങൾ ഈ വരണത് ഏകദേശം ഈ ഒരു ഉച്ച കഴിഞ്ഞിട്ടൊക്കെ ആണെങ്കിൽ വെയിലിൻ്റെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അതേപോലെ ഇവിടുത്തെ നീറ്റ് ആൻഡ് ക്ലീൻനെസ്സിനെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഈ ഒരു സീറ്റ് കണ്ടാൽ തന്നെ അറിയാം നല്ല നീറ്റായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. പിന്നെ ഈ ഡാമിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത് ഏകദേശം 28 കിലോമീറ്റർ ആണ്. അതേപോലെ ഈ ഡാമിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 246 ഫീറ്റ്, അതായത് 75 മീറ്റർ ആണ്. ഇപ്പോൾ ഈ ഒരു വ്യൂ നമുക്ക് കണ്ടല്ലോ. ഇനി നമുക്ക് ഡാമിൻ്റെ മുകളിലേക്ക് ഒന്ന് പോയി നോക്കാം. പിന്നെ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞായിരുന്നല്ലോ ഇവിടെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ അതിൻ്റെ ഒരു ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്, വിത്ത് പ്രൈസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസിലൊക്കെ നിങ്ങൾക്ക് പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തായിരുന്നല്ലോ, അതിൻ്റെ അടുത്ത് തന്നെ അതിൻ്റെ ഒരു ഓഫീസ് ഉണ്ട്. അവിടെ പോയി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആക്ടിവിറ്റീസിലൊക്കെ എൻ്റർ ചെയ്യാം. ഇതാണ് ഡാമിൻ്റെ മുകളിലേക്കുള്ള ആ ഒരു എൻട്രൻസ് എന്ന് പറയുന്നത്. സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ഡാമുകൾ കാണുന്ന സമയത്ത് എസ്പെഷ്യലി അതിൻ്റെ മുകളിലേക്കൊക്കെ നടക്കുന്ന സമയത്ത് നല്ല രീതിയിലുള്ള കാറ്റൊക്കെ ഫീൽ ചെയ്യാറുണ്ട്. പക്ഷേ ഞാൻ ഈ പരിസരത്തേക്ക് നടക്കുമ്പോഴൊന്നും എനിക്ക് വലിയ രീതിയിലുള്ള കാറ്റും കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യണില്ല. നോർമലായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യണത്. ഇതാണ് ഡാമിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്കുള്ള ലുക്ക് എന്ന് പറയുന്നത്. അതായത് വെള്ളം ഒഴുകി പോകുന്ന ആ ഒരു ഏരിയ. ഇവർ വലിയ കാര്യമായിട്ടൊന്നും വെള്ളം ഒഴുക്കി വിടുന്നില്ല. അത്യാവശ്യം ജലസേചന കാര്യങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട വെള്ളമൊക്കെ അവർ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആവശ്യത്തിനനുസരിച്ച് മാത്രമാണ് കുറച്ച് അവർ കൊണ്ടുപോകണുള്ളൂ. പിന്നെ ഈ ഡാമിൽ നിന്നുള്ള വെള്ളം ഒഴുകി പോണതിൻ്റെ 2 സൈഡിലായിട്ട് അത്യാവശ്യം പച്ചപ്പൊക്കെ കാണുന്നുണ്ട്. പക്ഷെ നമ്മുടെ തെങ്ങൊന്നല്ല, കൂടുതലും പനകൾ തന്നെയാണ്. പിന്നെ നമ്മൾ ഈ ഒരു ഏരിയയിലേക്ക് വരുമ്പോൾ തന്നെ ഒരു ടവർ ബിൽഡിംഗ് കാണാം. അതായത് അതൊരു കഫേയാണ്, ടവർ കഫേ എന്നാണ് അതിനെ വിളിക്കണേ. ഏകദേശം ഈ ഒരു പോയിന്റിൽ നോക്കുമ്പോൾ നമുക്ക് നല്ല ഹൈറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. കണ്ട താഴത്തേക്കൊക്കെ നോക്കുമ്പോൾ എന്താ പറയുക, നല്ല ഹൈറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്.
നമ്മൾ ഇപ്പോൾ നിന്നിറന്ന ഈ ഒരു പോയിന്റിൽ നിന്ന് ഒരു സ്റ്റെപ്പൊക്കെ കയറി കഴിഞ്ഞാൽ ഒരു വ്യൂ പോയിന്റ് ഒക്കെ കാണാനായിട്ട് ഒരു ഏരിയ ഒരു സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഡാമിൻ്റെ രണ്ട് സൈഡും ഒരേപോലെ നമുക്ക് കാണാൻ പറ്റും. ആ ഡാമിൻ്റെ ഡെപ്ത് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിയുമ്പോൾ അത്യാവശ്യം നിങ്ങൾക്ക് ഒരു ചെറിയൊരു ഫീലിംഗിൽ എന്തായാലും കിട്ടും. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഏകദേശം നല്ലൊരു ഹൈറ്റുള്ള പോയിന്റാണ്. അതുപോലെ അത്യാവശ്യം നല്ല രീതിയിലുള്ള കാറ്റ് ഇവിടെ അടിക്കുന്നുണ്ട്. ഇത്ര നേരം അത്ര വലിയ കാറ്റ് ഉണ്ടായിരുന്നില്ല, പക്ഷേ ഈ ഒരു പോയിന്റിൽ വന്നു കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നല്ല കാറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു ബാരിക്കേഡ് പോലെ ഒരു സംഭവം ചെയ്തെടുത്ത എന്തൊക്കെ എന്താ പറയുക, അത്യാവശ്യം നല്ല സേഫ്റ്റിക്ക് ഉണ്ട്. എന്നാലും നിങ്ങളുടെ സേഫ്റ്റി നിങ്ങൾ തന്നെ നോക്കുക. എനിക്ക് തോന്നുന്നത് ഈ ഡാമിൻ്റെ ഒരു മുഴുവനായിട്ടൊരു ഭംഗി കിട്ടണത് ഈ ഒരു പോയിന്റിൽ തന്നെയാണ് കേട്ടോ. കാരണം നമുക്ക് ഈ സൈഡിൽ നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഡീപ്പായിട്ടുള്ളൊരു ഭാഗവും ഇപ്പുറത്ത് നമുക്ക് വെള്ളം പടർന്നെടുക്കുന്ന ഭാഗവും ഒരേപോലെ നമുക്ക് എൻജോയ് ചെയ്യാം ഈ ഒരു പോയിന്റിൽ വന്നു കഴിഞ്ഞാൽ. പിന്നെ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ തന്നെ ആ സ്ട്രെയിറ്റ് പോയിരുന്ന റോഡ് ഉണ്ടല്ലോ, ആ റോഡ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഡാമിൻ്റെ ഈ താഴത്തേക്കുള്ള ആ ഒരു റോഡിലേക്ക് എത്തും. പിന്നെ ഇതിൻ്റെ തൊട്ടടുത്തുള്ള ആ ഒരു ടവർ കഫേയിലേക്ക് നമുക്കൊന്ന് കയറി നോക്കാം. ഈ കഫേയുടെ മുകളിലേക്ക് നമ്മൾ കയറുന്ന സമയത്ത് ഗ്രില്ലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത്യാവശ്യം നല്ല ഗ്യാപ്പും കാര്യങ്ങളുണ്ട്. അപ്പോൾ കുട്ടികളായിട്ടൊക്കെ കയറുന്ന ആളുകൾ അല്പം കൂടി ഒന്ന് കെയർ ചെയ്യുക. പിന്നെ ടവർ കഫേയുടെ പുറത്തായിട്ട് ഗ്ലാസിൻ്റെ പുറത്തായിട്ട് നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട്. പക്ഷേ ആ ഒരു പോയിന്റിലേക്ക് നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് എന്തെങ്കിലും വാങ്ങിയാൽ മാത്രമാണ് അയാൾ അലോ ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ ഡാമിൻ്റെ പരിസരത്ത് നിന്ന് ഇപ്പോൾ നമ്മൾ തിരിച്ചു പോകുന്നു. ഏകദേശം നമ്മൾ ആ ഗാർഡൻ്റെ പരിസരത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ നമ്മുടെ പിള്ളേർക്കൊക്കെ കളിക്കാൻ പറ്റിയ അത്യാവശ്യം ചെറിയ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാത്തിനും പെയ്ഡാണ്. കാശ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറൊക്കെ ആയിട്ട് അവർ സെറ്റ് ചെയ്ത് തരും. പിന്നെ ഏകദേശം ഈ ഒരു നവംബർ മാസം ആയതുകൊണ്ടും എന്താ പറയുക, വളരെ പെട്ടെന്ന് തന്നെ ഇരുട്ടാവുന്നുണ്ട്. ഒരു 5:30 കഴിയുമ്പോഴേക്കും നമ്മുടെ ഡേ ലൈറ്റൊക്കെ പോയി തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇവിടെ ലൈറ്റൊക്കെ ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ട നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഏകദേശം ഒരു സ്റ്റേജ് ഒക്കെ ഇടാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. ഏതൊരു സ്റ്റേജ് എന്തോ പ്രോഗ്രാം കഴിഞ്ഞിട്ട് പൊളിച്ചുകൊണ്ടോ ഇതൊക്കെ ഇവിടെ നിങ്ങൾക്ക് കണ്ടറിയാം. അത്യാവശ്യം ഔട്ട്ഡോർ ആയിട്ടുള്ള ഫംഗ്ഷൻസ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ ഡാമിൻ്റെ ഗാർഡൻ്റെ സൈഡിൽ നിന്നുള്ള വ്യൂ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ഹോഴ്സിനെ കൊണ്ട് ഒരാൾ പോകുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഹോഴ്സിൻ്റെ മുകളിൽ റൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് പറ്റും. അത്യാവശ്യം നല്ല രീതിയിൽ അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്ന ആൾക്ക് ഈ സിപ്പ് ലൈനിൽ വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇവിടുന്ന് ആ അടുത്ത മലയിലേക്കാണ് അതിൻ്റെ സിപ്പ് ലൈൻ പോണത്. കാണുമ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയായി. ഇപ്പോൾ കുറച്ച് ധൈര്യമുള്ള ആളുകൾക്ക്, അഡ്വഞ്ചറൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞങ്ങൾ വരുന്ന സമയത്തൊന്നും ഇത് ചാലുമല്ല. എനിക്ക് തോന്നുന്നത് ഇതിന് പ്രത്യേക ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് മാത്രമാണ് ഇത് ചാലുവാക്കാൻ തോന്നുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ബോട്ടിംഗ് ഇവിടെ നടക്കുന്നുണ്ട്. ഞാൻ 1-2 ബോട്ടുകൾ കണ്ടായിരുന്നു. അപ്പോൾ ഈ ബോട്ടിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പാർക്കിൻ്റെ അവിടെ നിന്ന് കുറച്ച് നടന്നു കഴിഞ്ഞാൽ കാണാം നിങ്ങൾക്ക് ഈ ബോട്ടും കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കുന്നതൊക്കെ ഈ ഒരു ഓഫീസിലാണ്. അവിടെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ സേഫ്റ്റി ജാക്കറ്റും കാര്യങ്ങളൊക്കെ കണ്ടറിയാം. ഇവിടുന്ന് ഈ ഒരു വഴി നമ്മൾ ഇറങ്ങിപ്പോൾ ചെല്ലുമ്പോഴാണ് ആ ഒരു ബോട്ടിങ്ങിൻ്റെ ആ ഒരു എന്താ പറയുക സ്റ്റാർട്ടിങ് പോയിന്റിലേക്ക് നമ്മൾ എത്തുന്നത്. ഇതാണ് നമ്മുടെ ക്ലൈംബിംഗ് വാൾ ഏരിയ. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ഞാനാരും ക്ലൈംബ് ചെയ്യുന്നത് കണ്ടില്ല. എനിക്ക് തോന്നുന്നത് തന്നെ നമ്മുടെ സമയമൊക്കെ കഴിഞ്ഞെന്നാണ്. ഏകദേശം ഒരു 5:45 ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഡാമിൻ്റെ വ്ളോഗ് എന്ന് പറയുന്നത്. ഇനിയും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.